എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോഷ്മിൻ തോമസ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാത്തീറ്റർ മൂലം ഒരു രോഗിക്ക് യൂറിനറി കാത്തീറ്റർ ഉള്ളപ്പോൾ അതിനെ ഇൻഫെക്ഷൻ അടിക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് ഇട്ടേച്ചും ഇൻഫെക്ഷൻ അടിക്കുന്നതും ഉള്ള പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചുള്ള കെയർ എങ്ങനെയൊക്കെയാണ് അതിനെ കെയർ നൽകേണ്ടതെന്നുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ചെറിയ പോയിൻറ്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. കോട്ടി കെയർ ബണ്ടൽ, കോട്ടി എന്ന് ഷോർട്ട് ഫോമിലാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ മൊത്തമുള്ള അർത്ഥം കാത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഒരു രോഗിക്ക് കാത്തീറ്റർ ഉള്ളപ്പോൾ ആ കാത്തീറ്റർ മൂലം ആ യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ അടിക്കുന്നു. ഓക്കെ, കോട്ടി കെയർ ബണ്ടലിൽ കാത്തീറ്റർ അണുബാധ, മൂത്രാശയ അണുബാധന തടയാനുള്ള പരിചരണ മാർഗങ്ങളാണ് നമ്മളിന്ന് അതിൻ്റെ ഓരോ പോയിൻറ്റുകളാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്: അണുവിമുക്തവും തുടർച്ചയായതുമായ ഒരു ക്ലോസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം നിലനിർത്തുക. അതായത് നമ്മൾ ഒരു രോഗിക്ക് കാത്തീറ്ററും അതിൻ്റെ ബാഗും കാണും. അത് ഒരു കാരണവശാലും നമ്മൾ തുറന്നുകയും എടുക്കുകയൊക്കെ ചെയ്യാതിരിക്കാൻ, പുറമേ ഉള്ള വായു കാര്യങ്ങളൊന്നും കയറാതിരിക്കാനും ആ ട്യൂബിനുള്ളിൽ വേറെ അണുബാധകളൊന്നും കയറാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക. ആ കാത്തീറ്ററിൻ്റെ അറ്റത്ത് ഒരു ബാഗുണ്ട്, അത് കണക്ടറാണ്. അപ്പോൾ നമ്മളത് വലിച്ചു ഊരി എടുക്കുകയും ഒന്നും ചെയ്യാതിരിക്കുക. ഓപ്പണാക്കി ക്ലോസ്ഡ് ആയിരിക്കണം ആ സിസ്റ്റം. കാരണം ഇത് നേരിട്ട് നമ്മുടെ യൂറിനറി ട്രാക്റ്റിലേക്കാണ് ഈ യൂറിനറി ബ്ലാഡറിലേക്കാണ് ഈ കാത്തീറ്റർ പോയിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഒരു കാരണവശാലും ഈ യൂറിനറി കാത്തീറ്ററിൻ്റെ ബാഗിൻ്റെ ട്യൂബിങ്സ് വലിച്ചൂരാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും വെളിയിൽ നിന്നുള്ള രീതിയിലുള്ള ഇതും കയറാതിരിക്കാൻ, ഒരു അണുബാധകളും കയറാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ മറ്റൊരു പോയിൻ്റ്, കാത്തീറ്റർ അനങ്ങാതെ ശ്രമിക്കുക. അതായത് കാത്തീറ്റർ അനങ്ങുമ്പോഴത്തേക്കിന് ഒരു രോഗി ചിലപ്പോൾ കടന്ന് ഉറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലത്തെ കെയർ കൊടുക്കുമ്പോൾ അങ്ങോട്ടും പേഷ്യൻറ്റിനെ തിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ബ്ലീഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അനങ്ങാതിരിക്കാനും നമ്മുടെ ഉൾത്തൊടയുടെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒരു ടേപ്പ് വെച്ച് നല്ലതായിട്ട് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും, പേഷ്യൻറ്റിനെ നമ്മൾ തിരിക്കുമ്പോഴോ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അല്ലെങ്കിൽ ഒരു ബോധമുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഉറക്ക സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേന് ഈ കാത്തീറ്റർ വലിച്ചിലുണ്ടാവും. ഈ വലിക്കുമ്പോഴത്തേക്കിന് ഉള്ളിൽ ഉള്ള ബ്ലാഡറിൽ ഇത് നിൽക്കുന്നത് ചിലപ്പം വലിക്കൽ സംഭവിക്കുമ്പോഴത്തേക്കിന് വലിയുമ്പോഴത്തേക്കിന് അതിനെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അനങ്ങാതിരിക്കാനും നല്ല രീതിയിൽ കാലിൻ്റെ തുടയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കുക. മറ്റൊരു പോയിൻ്റ്, നമ്മളുടെ ആ കളക്ഷൻ ബാഗ് കാത്തീറ്ററിൻ്റെ ആ കളക്ഷൻ ബാഗ് എപ്പോഴും നമ്മുടെ ബ്ലാഡറുമായിട്ട്, അതായത് നമ്മൾ കട്ടിലിൽ കടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്ലാഡറിൻ്റെ താഴെ ആയിരിക്കണം ഇതിൻ്റെ ബാഗ്, മൂത്രം കളക്ട് ചെയ്യുന്ന മൂത്രത്തിൻ്റെ ബാഗ്. അത് മേളിലോട്ട് പൊങ്ങിയിരുന്നാൽ എന്തോ സംഭവിക്കും, ആ ബാഗിൽ കിടക്കുന്ന യൂറിൻ ചിലപ്പോൾ ബാക്ക് ഫ്ലോ ആയി ആ യൂറിനറി ട്രാക്റ്റ് വഴി തിരിച്ച് റിട്ടേൺ അടിച്ച് പിന്നെ അത് ഇൻഫെക്ഷൻ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, നമ്മുടെ വീടുകളിൽ വരുന്ന വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്ക് ആ വാട്ടർ ടാങ്കിൽ നമ്മൾ വീടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. കാരണം ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം മേളിൽ നിന്നും വെള്ളം ഫോഴ്സായിട്ട് താഴോട്ട് നല്ലതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെരയുടെ മണ്ടയ്ക്കാണ് ടാങ്ക് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരു രോഗി കിടക്കുമ്പോഴോ എങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും നമ്മുടെ ബ്ലാഡറിൻ്റെ താഴെയായിട്ടായിരിക്കണം ആ യൂറിനറി ബാഗ് പ്ലേസ് ചെയ്യേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ആ യൂറിൻ ഫ്ലോ ചെയ്ത് വരേണ്ടതാണ്. മറ്റൊരു പോയിൻ്റ്, തടസ്സമില്ലാത്ത മൂത്രപ്രവാഹം ഉറപ്പിക്കുക. അതായത് ഒരു ഒബ്സ്ട്രക്ഷനും ഒരു ബ്ലോക്കേജും സംഭവിക്കാതെ, ചിലപ്പോൾ കടക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ കാലിൻ്റെ ഈ ഇടയിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ യൂറിനറി ആ ട്യൂബ് ചിലപ്പോൾ മടങ്ങി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂറിൻ നല്ല രീതിയിൽ ഫ്ലോ ആയിട്ട് വരത്തില്ല. മടങ്ങി കിടക്കുമ്പോൾ ആ യൂറിൻ്റെ ഫ്ലോ തടസ്സമുണ്ടാകും. അപ്പോൾ അത് ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. യൂറിനറി ബാഗ് ഒരു 3/4 മുക്കാൽ ഭാഗവും ബാഗ് ഫുള്ളാകുമ്പോഴത്തേക്കിന് ആ മൂത്രത്തിനെ
കളയാൻ വേണ്ടി വേറെ ഒരു വൃത്തിയുള്ളൊരു പാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ്. കാരണം ഈ മൂത്രം അതിൽ ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ ഈ ബാഗിൻ്റെ, ഈ മൂത്ര ബാഗിൻ്റെ അടിയിലൊരു സ്പിഗോട്ട് എന്ന് പറയും, ഒരു ട്യൂബുണ്ട്, ഡ്രെയിനേജ് ട്യൂബുണ്ട്. ആ ഡ്രെയിനേജ് ട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് തുറക്കുമ്പോൾ നമ്മുടെ ആ പാത്രത്തിൽ മുട്ടാൻ പാടില്ല. കാരണം ഇത് എപ്പോഴും നമ്മൾ കളക്ഷൻ ചെയ്യുന്നൊരു ബക്കറ്റായിരിക്കും അല്ലേ. നമുക്ക് ഈ യൂറിൻ ബാഗ് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് എംറ്റി ആക്കി നമുക്ക് ഖാലിയാക്കി കളയേണ്ടതാണ്. അപ്പോൾ ഇത് ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ യൂറിൻ്റെ അറ്റത്ത്, ആ ട്യൂബിൻ്റെ അറ്റം ചെന്ന് ആ ബക്കറ്റിലോ അല്ലെങ്കിൽ ഏത് പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ മുട്ടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ നിന്നും ചിലപ്പം അണുബാധകൾ ഈ യൂറിനറി ബാഗിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും രോഗി കടന്ന് ഉറങ്ങുമ്പോൾ പോലും ചിലപ്പം അറിയാതെ ചിലപ്പം അത് ആ ട്യൂബ് തുറന്നതിന് ശേഷം ചിലപ്പം താഴത്തേക്ക് ഇങ്ങനെ വെച്ചേക്കും. ചിലപ്പോൾ അത് തറയിൽ തൊടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തറയിലെ അണുബാധകൾ ചിലപ്പോൾ അതിൽ ആനുണ്ട്, ചിലപ്പോൾ അതിലേക്ക് അണുബാധകൾ പെടും അല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കാനുള്ള വളരെയധികം പ്രാസക്തിയാണ് ഈ പറയുന്ന ഓരോ പോയിൻറ്റ്സും. നമ്മൾ ഇതിനെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കണ്ടിരിക്കേണ്ടത്. കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്തേക്കുന്ന, കാത്തീറ്റർ ഇട്ടിരിക്കുന്ന നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഇല്ലേ, അത് നല്ല രീതിയിൽ കെയർ ചെയ്യുക. അത് സോപ്പ്, മൈൽഡ് സോപ്പ്, ഒത്തിരി വീര്യം കൂടിയതല്ലാതെ പവർ കുറഞ്ഞ സോപ്പിൻ്റെ മൈൽഡ് സോപ്പും വെള്ളം യൂസ് ചെയ്ത് നല്ലതായിട്ട് നമ്മൾ ഫോർ സ്കിൻ ഇത് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കാത്തീറ്റർ നമ്മുടെ ശരീരത്തേക്ക്, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ഇൻസേർട്ട് ആയിരിക്കുന്ന ഇടത്തിൽ നല്ല രീതിയിൽ സോപ്പ് വെള്ളം യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും പ്രൈവറ്റ് ഏരിയയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ വിടുക. ഓക്കെ, പ്രൈവറ്റ് ഏരിയനെ ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് പറയുന്ന ഒരു ടേമാണ് മീറ്റൽ കെയർ എന്ന് പറയും. മീറ്റൽ കെയർ, ഓക്കെ, ഇല്ലെങ്കിൽ മീറ്റൽ കെയർ വിത്ത് റുട്ടീൻ ഹൈജീൻ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. മറ്റൊരു പോയിൻ്റ് പറഞ്ഞേക്കുന്നത്, നമ്മൾക്ക് ഈ കാത്തീറ്ററിൻ്റെ ആവശ്യം ഇല്ലേ, ഒരുപാട് ദിവസം ചിലപ്പം കടപ്പ് രോഗികളായിരിക്കും. കടപ്പ് രോഗികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 to 14 ദിവസമാണ് വെക്കേണ്ടത് നോർമൽ കാത്തീറ്റർ ആണെങ്കിൽ. ചിലപ്പോൾ ആശുപത്രികളിൽ നമുക്ക് തന്നു വിടുന്നത് സിലിക്കോൺ കാത്തീറ്ററുകളുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ മാക്സിമം യൂസ് ചെയ്യുന്ന റബ്ബർ കാത്തീറ്റർ ആയിരിക്കും. പിന്നെ ചില രോഗികൾ ചിലപ്പം 1 മാസത്തോളം നീണ്ടു കിടക്കുന്നവരുണ്ടാവും, കടപ്പ് രോഗികളുണ്ടാവും വളരെ നാളായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നാണ് കാത്തീറ്റർ മൂലം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ പോയിൻറ്റ്സും നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, കാത്തീറ്ററിൻ്റെ ആവശ്യകത നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നോർമലായിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ ചിലപ്പോൾ അത് പറയും. ഇല്ലാത്ത പക്ഷം നമ്മൾ ഇടയ്ക്ക് കാത്തീറ്റർ ഒരു നഴ്സോ ഡോക്ടറോ ആരെങ്കിലും സഹായത്തോടെ വീടുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ചെറിയ ക്ലിനിക്കിലോ നമ്മൾ കൊണ്ടുപോയി നോക്കേണ്ടതാണ്. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ പറയുന്ന രോഗിയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഇത് ലോങ് ടൈമായിട്ട് ഒരുപാട് നാളായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു ഇതാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പക്ഷേങ്കിലും നമ്മൾ മറക്കരുത്, കറക്റ്റ് 14 ദിവസം ആണെങ്കിൽ റബ്ബർ കാത്തീറ്റർ, സിലിക്കോൺ കാത്തീറ്റർ ആണെങ്കിൽ 28 ദിവസം. ഓക്കെ, 28 ദിവസം അല്ലെങ്കിൽ 1 മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, റബ്ബർ കാത്തീറ്റർ ആണെങ്കിൽ ഒരു 14 ദിവസവും സിലിക്കോൺ കാത്തീറ്റർ ആണെങ്കിൽ 1 മാസവും. അതിൽ കൂടുതൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു പോകാൻ പാടില്ല. സാരവുമില്ല, നമുക്ക് അടുത്ത ആഴ്ച പോകാം ആശുപത്രിയിൽ, പിന്നെ പോയി കാണിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം ഇത് ഒരുപാട് നാൾ നിൽക്കും തോറും നമ്മുടെ പേഷ്യൻസിനെയാണ് അത് ബാധിക്കുന്നത്. അസുഖങ്ങൾ വരാം, പനികൾ വരാം, പല പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിതിൻ്റെ ഓരോ പോയിൻറ്റുകളും ആസ് പെർ ദ CDC ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ WHO ഗൈഡ് ലൈൻസ് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗി ഡിസ്ചാർജായി വരുമ്പോൾ കാത്തീറ്റർ ഇട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ആകുന്ന മുമ്പേ ഒന്നുകിൽ ആരാണോ അറ്റൻഡർ, ബൈസ്റ്റാൻഡർ ആരാണോ രോഗിയുടെ ഒപ്പം നിൽക്കുന്നത്, വീട്ടിൽ ചിലപ്പം ഭാര്യയാകാം, ചിലപ്പം പേരൻസ് ആകാം, ആരാണേലും, ഇല്ലെങ്കിൽ ചിലപ്പം നഴ്സിംഗ് ഹോം കെയർ നേഴ്സ് അസിസ്റ്റൻസ് ഉണ്ടാവാം, അവരെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കുക.
അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ രാവിലെ കുളിപ്പിക്കുമ്പോഴും മറ്റ് കെയറുകൾ കൊടുക്കുമ്പോഴൊന്നും അവർ നല്ല രീതിയിൽ അതിനെ നോക്കണമെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. കാരണം അറിയാൻ മേലാത്തത് കൊണ്ട് അവൾ അത് ചെയ്യുന്ന അങ്ങനെ. അപ്പം നമ്മളത് മാക്സിമം ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ടീച്ചിങ് നല്ല രീതിയിൽ നമ്മൾ എല്ലാ വശങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ അവർ അത് മനസ്സിലായിരിക്കുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ രോഗികളുടെ ഓരോ സ്റ്റേജും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ ന്യൂറോ പേഷ്യൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് നല്ല സുബോധം ഇല്ലായിരിക്കും, ചിലപ്പോൾ ഇതിനെ പിടിച്ച് വലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് വലിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും, അകത്ത് ഉള്ളിലെ യൂറിനറി ട്രാക്റ്റിൽ ചിലപ്പോൾ ബ്ലാഡർ ഇഞ്ചുറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറന്നുപോയൊരു കാര്യമാണ്, നമ്മൾ ഈ കാത്തീറ്റർ കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഗ്ലൗസ് അല്ലേ, പ്ലാസ്റ്റിക് ഗ്ലൗസ് കിട്ടും. ഇല്ലെങ്കിൽ സ്റ്റെറൈൽ ഗ്ലൗസ് കുറച്ച് വില കൂടുതലായിരിക്കും. പ്ലാസ്റ്റിക് ഗ്ലൗസ് സ്റ്റെറൈലൈറ്റ് ഹാൻഡ് കെയർ എന്ന് പറയും, അത് ഫാർമസികളിലൊക്കെ ലഭ്യമാണ്. അപ്പം നമ്മൾ മറക്കാതെ നമ്മുടെ കൈ വൃത്തിയാക്കണം. കെയർ കൊടുക്കാൻ മുമ്പും അതിന് ശേഷവും നമ്മൾ നല്ല രീതിയിൽ സോപ്പിട്ട് കൈ കഴുകി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.